പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ തന്നെ വെളിപ്പെടുത്തിയ ദിനമാണല്ലോ ഇന്ന് ഈ എപ്പിഫനി. കർത്താവിൻ്റെ ആ ദൈവത്വം വെളിപ്പെട്ട ദിനം. ഈശോ കർത്താവ്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അങ്ങേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ നടന്നു വന്ന വഴികൾ, പഴയ വഴികൾ ഉപേക്ഷിക്കുവാൻ, അങ്ങയെ കണ്ട് മറ്റൊരു വഴിയിലൂടെ പൂജരാജാക്കന്മാർ തിരികെ പോയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിത വഴിയിൽ അങ്ങയെ കണ്ടെത്തി സ്വന്തമാക്കി ഞങ്ങളുടെ തെറ്റായ വഴികളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമ്മളിന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടും കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചു. ഹെറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഈശോയിൽ സ്നേഹമുള്ളവർ, ഈ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഒന്ന്, ഈ എപ്പിഫനി എന്ന് പറയുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ആ ഒരു വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ്. എല്ലാവർക്കുമായിട്ട് വെളിപ്പെടുത്തിയ രക്ഷകൻ, എല്ലാവർക്കുമായിട്ട് വെളിപ്പെടുത്തിയ രക്ഷകനായ ദൈവം എപ്പിഫനി നമ്മോട് പറയുകയാണ്, ഈശോ ഒരു സമൂഹത്തിനു വേണ്ടി മാത്രം നൽകപ്പെട്ടവനല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടവനാണ്. രക്ഷ കർത്താവ് അവിടുത്തെ കണ്ടെത്തുന്നവർക്ക് നൽകും. അപ്പൊ പൂജരാജാക്കന്മാർ ചെയ്തത് എന്താണ്? അവര് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നു, അവിടത്തേക്ക് കാഴ്ചകൾ സമർപ്പിക്കുന്നു. അതിനുശേഷം അവർ മറ്റൊരു വഴിയിലൂടെ തിരികെ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വപ്നത്തിൽ ലഭിച്ച അവരുടെ മുന്നറിയിപ്പ് അവര് അവഗണിച്ചില്ല. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തില് ഈ പൂജരാജാക്കന്മാര് അവര് ഹെറോദേസിന്റെ വാക്ക് കേട്ട് തിരികെ പോയിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തില് അവരുടെ ജീവിതം ചിലപ്പോൾ മാറി മറിഞ്ഞേനെ. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തില് ഈശോയെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വിശുദ്ധ കുമ്പസാരവും ഈ ഒരു ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അവസരമാണ്. നമ്മൾ ഒരുങ്ങി ഈശോയെ സ്വീകരിക്കുന്ന ഓരോ അവസരവും കർത്താവിന് വെളിപ്പെട്ട് കിട്ടുന്ന അവസരമാണ്. കർത്താവിന്റെ വചനം നമ്മൾ ധ്യാനപൂർവ്വം വായിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് സ്വാംശീകരിക്കുമ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരു പുതിയ വഴിയിലൂടെ, ഒരു പുതിയ ജീവിതത്തിലേക്ക്, കർത്താവിന്റെ പ്രകാശത്തിൽ ജീവിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ജനുവരി മാസം 6-ാം തീയതി ജൂബിലി വർഷത്തിന്റെ സമാപന ദിനമാണെന്ന്. ഇന്ന് വിശുദ്ധ വാതിൽ അടച്ച് ഈ ജൂബിലി സമാപനം പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ജൂബിലി ഒരു സമാപനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടക്കണം. അതിന്റെ അനുഭവങ്ങളിലേക്ക് അറിഞ്ഞ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഏതൊക്കെ അവസ്ഥകളിലായിരുന്നു? പാപത്തിന്റെ അവസ്ഥകള്, വ്യക്തിബന്ധങ്ങളില് വിള്ളലുണ്ടായ അവസ്ഥകള്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, ഒരുപാട് മേഖലകൾ ദൈവത്തെ കാണാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ദൈവത്തെ അന്വേഷിക്കണം. വിശുദ്ധ പൂജരാജാക്കന്മാര് ഈശോയെ കാണുവോളം നക്ഷത്രം കണ്ട് അതിനെ പിന്തുടർന്ന് ഈശോയെ കൂട്ടിൽ കണ്ട് അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ കാഴ്ചകൾ അർപ്പിച്ച ശേഷം പുതിയ വഴിയിലൂടെ അവിടെ കടന്നുപോയി. ഒരു പുതിയ വഴി, വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. പഴയ ജീവിതത്തിൽ നിന്നും പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ മനുഷ്യരല്ല, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിന് അനുരൂപനല്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവന്റെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞ് സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒന്നും നമ്മളെ ഭയപ്പെടുത്തില്ല. ഇന്ന് മരണം നമ്മളെ ഭയപ്പെടുന്നത് എന്താണ്? ലോകവുമായിട്ട് നമ്മൾ അത്രയേറെ നമ്മളെ ഇഴുകിച്ചേർന്ന് ജീവിക്കുകയാണ്. ലോകത്തിന്റെ ലൗകിക ജീവിതം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് മരണത്തെ ഭയം. എന്നാൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയെ നമ്മൾ കൂടുതൽ ദൈവത്തോട് ചേർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ കരം പിടിച്ചാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവർ, ഒന്നും നമ്മളെ ഭയപ്പെടുത്തുകയില്ല. നമ്മൾ മറ്റൊരു വഴിയെ, സ്വർഗത്തിലെത്തുന്ന വഴിയിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ തിരികെ പോകും. അറിവുകൾ തിരിച്ചറിവുകളായിട്ട് മാറണം. കാഴ്ചപ്പാടുകൾ നമ്മളെ മാറ്റണം. പുതിയൊരു ജീവിതം നമ്മൾ സ്വന്തമാക്കണം. അത് നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ നമ്മുടെ ഹൃദയം കുറച്ചുകൂടി വിശാലമായിട്ട് മാറണം. ഇടുങ്ങിയ ചിന്താഗതികൾ മാറണം. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിവ് കൂടുതൽ ആഴപ്പെടാൻ, വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടാനായിട്ട് പരിശ്രമിക്കണം. ഈ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ദിനം, ഈ എപ്പിഫനി, ഈ
ദനഹ തിരുനാളിൻ ദിനം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ആ ജ്ഞാനികൾ അങ്ങയെ കണ്ട് ആരാധിച്ച് അങ്ങേക്ക് കാഴ്ചകൾ അർപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ പോയതുപോലെ അങ്ങയെ കണ്ട് അങ്ങയെ സ്വന്തമാക്കി ഞങ്ങളും പഴയ ജീവിത വഴികളിൽ നിന്നും മാറി ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ സ്വർഗം തേടി യാത്ര നടത്തുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഈ ജൂബിലി വർഷത്തിന് സമാപനം ആ വിശുദ്ധ വാതിൽ കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ കർത്താവെ കൂടുതൽ ഊഷ്മളമായിട്ട് മാറട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആഴപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും ഈശോ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിനായി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.